ഏകാന്തത മനുഷ്യന്റെ ആരോഗ്യത്തിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പല ഗവേഷണങ്ങളും തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഏകാന്തത എന്ന നിശബ്ദ കൊലയാളിയെ കുറിച്ച് മറ്റൊരു പഠനം നടത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ ഏതാനും ഗവേഷകർ. മദ്യപാനം, പുകവലി, അമിതവണ്ണം എന്നിവയേക്കാൾ അപകടകാരിയാണ് ഏകാന്തതയെന്നാണ് പഠനത്തിൽ പറയുന്നത്. റിജവൻ സ്ട്രീഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ഇന്ത്യാന യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിനിലെയും ഗവേഷകരാണ് പഠനം നടത്തിയത്. സമ്മർദ്ദം വർദ്ധിക്കാൻ കൂടി കാരണമാകുന്ന ഏകാന്തത മാനസിക ശാരീരികാരോഗ്യത്തെ അടിമുടി ബാധിക്കുമെന്നാണ് പഠനത്തിൽ പറയുന്നത്. പലപ്പോഴും ആരോഗ്യം സംരക്ഷിക്കാൻ പുകവലി നിർത്താനും ഉയർന്ന കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കുറക്കാനും മദ്യപാനം നിർത്താനുമൊക്കെ ഡോക്ടർമാർ പറയാറുണ്ട്. എന്നാൽ അവയേക്കാളൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയമാണ് ഇതെന്ന് ഗവേഷകർ പറയുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ അൽഷിമേഴ്സ് സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യാവലികളിലെ ഡാറ്റകൾ പരിശോധിച്ചാണ് പഠനം നടത്തിയത്. അമേരിക്കൻ ജെറിയാട്രിക് സൊസൈറ്റിയിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏകാന്തത വൈകാരികമായി തളർത്തുക മാത്രമല്ല ചെയ്യുന്നത്, പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്നും പഠനത്തിൽ പറയുന്നു. ഹൃദ്രോഗങ്ങൾ വർദ്ധിക്കാനും പ്രതിരോധശേഷി കുറക്കാനും വിഷാദരോഗവും ഉത്കണ്ഠയും വർദ്ധിക്കാനും ഡിമെൻഷ്യ സാധ്യത വർദ്ധിക്കാനുമൊക്കെ ഏകാന്തത കാരണമാകും. എല്ലാ പ്രായക്കാരെയും ബാധിക്കുന്ന വിഷയമാണെങ്കിലും പ്രായമായവരിലാണ് ഏകാന്തത കൂടുതൽ വഷളായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നത്. അടുത്തിടെ ലോകാരോഗ്യ സംഘടനയും ഏകാന്തതയെ ഗൗരവമാർന്ന ആരോഗ്യ ഭീഷണിയായി കണക്കാക്കണമെന്നും അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. സാമൂഹിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന പുതിയ കമ്മീഷനെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഏകാന്തത വളരെ നിസ്സാരമായി തോന്നിയേക്കാം, പക്ഷെ അത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സങ്കീർണമാണ്. ദിവസേന വ്യായാമം ചെയ്യുക, സമപ്രായക്കാരായ സുഹൃത്തുക്കളുമായി അരമണിക്കൂറെങ്കിലും നേരിട്ട് സംസാരിക്കുക, പാട്ട് കേൾക്കുക, പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ ശ്രമിക്കുക, മക്കളോടോ കൊച്ചുമക്കളോടോ സംസാരിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശീലമാക്കുക വഴി ഏകാന്തത അകറ്റാൻ സാധിക്കും.